എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരമായി കിടപ്പ് കിടക്കുക. ഇത്തിരി നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കണത്? 2 അടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണട്ടെ. വേണ്ട, ഇവിടെ നിന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. അച്ഛനെന്തേ അമ്മേ? ഇനി നെഞ്ചുവേദന വരുത്തും. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? കിടന്നു. ലത എന്ത് ഏട്ടത്തി? ലതയ്ക്കുന്ന റിഹേഴ്സലുണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും തന്നെ. അയ്യോ, അങ്ങനെയല്ല രവി. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നത് ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നേ? കടന്നു പിടിക്കണോ? ജത ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി വലിച്ചു മാറ്റണം. ആ ചെയ്യ. രവി കടന്നു പിടിക്കൂ. പോരാ. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛൻ്റെ തെമ്മാരി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കുകയായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ല ഇതയുണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാണ്. ലതേ, എന്താ മോളെ ഇത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒരെണ്ണം അകത്ത് കിടക്കണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ 3-4 വയറ് കഴിയണം, ചികിത്സ, രമേശന്റെ പഠിപ്പ്. കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ടെന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുകയുള്ളൂ.
ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? 2 അടി നടന്നോന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ട് എത്തിച്ച അവനോൻ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്, നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും. അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരാശ. അവൻ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റിയെടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ. അവിടുന്ന് വാരിക്കൊട്ടി കൊണ്ടുവരാ ഞാൻ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വിഷവും വാങ്ങി കൊടുത്താൽ മതി. അച്ഛന്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ. നീ അത് കാര്യാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, സേതു എന്തേടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിനെ സമയം ഉണ്ടാവും. ചോറ് വിളമ്പട്ടേട്ടാ. അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും. നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട. വീഴും. ആര്? ഞാനോ? ശരിയായി. അപ്പോ പറഞ്ഞോണ്ട് വന്ന എന്താന്ന് വെച്ചാ അച്യുതനായ തറവാടിയ 3 പ്രാവശ്യം ഗുഡ് സർവീസ് സെന്റർ കിട്ടിയതാ. 3 times. ഇന്നും അച്യുതനായ FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കുന്നു. ആ അച്യുതനാരാണ് ചോദ്യം ചെയ്യണേ. അതൊരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോടോ പറയട്ടെ. ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറേ കയറി, അല്ലെങ്കിൽ അവിടെ നിൽക്കേ. ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ചെന്നിഞ്ഞ് വിളിച്ചോണ്ടല്ലേ. ഇനി ഈ പുരാണം മുഴുവൻ നമ്മൾ കേൾക്കണമായിരിക്കും. എന്തുകൊണ്ടോ ഇത്? ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. അറിയില്ലടാ. ഇതുവരെ ഇങ്ങോട്ട് പോരടാ. പറയിക്കാതെ ഇവിടം വരെ അച്ചുവെത്തി. അല്ലതെ അംബിക, വേണ്ട, നീ സംസാരിക്കണ്ട. നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കാതെ. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ? നിനക്കറിയായിരിക്കും. പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ. വിളിക്കേ. സേതുമാധവൻ അല്ലേ? അതെ സാർ. എത്തിയാലുടനെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അയച്ചിരുന്നില്ലേ ജയിലിൽ നിന്ന്? ഞാൻ ഇന്നലെയാണ് എത്തിയത്. മിനിഞ്ഞാന്ന് റിലീസ് ചെയ്തല്ലേ നിന്നെ? അതെ സാർ. പിന്നെ എവിടെ പോയി? ഒരു കൂട്ടുകാരനെ കാണാൻ. ആരാ അത്? കേശവൻ. നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എന്ത് കളി? എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത്? എന്താ മിണ്ടാത്ത നീ? ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്കുക അതൊക്കെ. അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ? പറഞ്ഞ സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ? അത് ശരി. അപ്പൊ ചോദ്യം എന്നോടായോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. തീരുമാനം എന്നത്തേക്കാവും? സാർ പരിഹസിക്കരുത്. പരിഹസിച്ചാ നീ എന്ത് ചെയ്യും? വിളയ്യാ നീ?
മര്യാദക്കൊക്കെ ജീവിച്ചോണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും. സാർ, ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു കുറ്റവാളിയല്ല. എന്നോട് അങ്ങനെ പെരുമാറരുത്. പിന്നെ എങ്ങനെ പെരുമാറണാവോ? മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നത്. അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഛീ, പട്ടിയുടെ മോനെ, നീ എന്നെ നിയമം പഠിപ്പിക്കടാ റാസ്കൽ. ഇടിച്ചതിന്റെ പതിര് കലക്കിയിട്ട് ഒരു കേസിന് രജിസ്റ്റർ വീണ്ടും നിന്നെ ഇരുമ്പടിക്കുള്ളിലാക്കാൻ എനിക്ക് കഴിയും. സാറിന് എന്തും ചെയ്യാൻ കഴിയും. അധികാരത്തിന്റെ കുപ്പായമുണ്ട്. എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയെങ്കിലും ഒന്ന് ആലോചിക്കുക. എങ്ങട്? ദൂരെ എവിടേക്കെങ്കിലും, ബോംബെയിലോ കൽക്കത്തയിലോ, അങ്ങനെ എങ്ങോട്ടെങ്കിലും. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവിടെയൊക്കെ വെച്ചാ എന്ത് ജോലിയും ചെയ്യാം, കിട്ടാനും എളുപ്പമാണ്. ഇനി എന്റെ കാലം കഴിയാണ്ട് നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. 5-8 കൊല്ലം ഈ അമ്മ കുടിച്ച കണ്ണീർ എത്രയാണെന്നറിയോ? നിന്നെ കണ്ടുകൊണ്ട് മരിക്കണം അമ്മയ്ക്ക്. അച്ഛനും തീരെ വയ്യ, പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിന്റെ കൂടെ പിറന്നവർക്ക് പിന്നെ ആരാ ഒരു തുണ? രമേശനൊരു നിലയ്ക്കായാ പിന്നെ അവനുണ്ടാവും. നിനക്കൊന്ന് ചെന്ന് കാണാറുന്നില്ലേ അവനെ? പോണം, കാണാൻ വലിയ ആശയുണ്ട്. വലിയ ചെക്കനായിട്ടുണ്ടാവും അല്ലേ? മാസത്തിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടാവൻ. അതിനവൻ എവിടെയാ സമയം? പഠിക്കണ ഓരോ പുസ്തകങ്ങൾ കാണണം, ഭാഗവതത്തിന്റെ അത്രയുണ്ട്. വിഷുവിന് ഓണത്തിന് ഒരാഴ്ച വന്ന് നിൽക്കും. ഇവിടെ അവന്റെ പഠിപ്പിനൊക്കെ വല്ല സൗകര്യമുണ്ടോ? അവനെങ്കിലും നന്നായി വരട്ടെ. വക്കീലാവൂ എന്ന് പറയാറുള്ള ചെക്കൻ, വെളുത്ത കോട്ടും ടെലസ്കോപ്പും ഒക്കെ ഇട്ട്. അവനിത് 3-ാം വർഷമല്ലേ അമ്മേ? മാസാമാസം കാശ് എത്ര അവന് ചെലവെന്നറിയോ? ലത നാടകത്തിന് പോയില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. പട്ടിണി കിടന്നാലും അവനെ വലിയ നിലയിലാക്കണം. മതിയമ്മേ. മതിയായോ? ഇങ്ങനെ ചെയ്യണമെന്ന് വലിയ ഇഷ്ടായിരുന്നല്ലോ നിനക്ക്. മതിയായിട്ടല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ. ജയിലിൽ കിടക്കുമ്പോഴും ഞാൻ ആലോചിക്കും, ഇപ്പൊ അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിൽ തലയൊക്കെ മസാജ് ചെയ്യിച്ച് കണ്ണടച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കാം.